കേരളത്തിൽ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ മത്സരങ്ങൾക്ക് സാധ്യത ഏറുകയാണ്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി കൈകോർത്ത ലുലു എക്സ്ചേഞ്ചും ലുലു മണിയും ധാരണാപത്രത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഒപ്പുവച്ചത്. മലയാളി സംരംഭകൻ അദീബ് അഹമ്മദിന്റെ ഉടമസ്ഥതയിലുള്ള ലുലു എക്സ്ചേഞ്ച് ലുലു മണിയുമാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രാദേശിക ഫിൻടെക് പങ്കാളിയാകുന്നത്. ലുലു എക്സ്ചേഞ്ചുമായി സഹകരിച്ച് ഇന്ത്യയിൽ അർജന്റീന ടീമിന്റെ മത്സരങ്ങൾ സംഘടിപ്പിക്കാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്തു വരികയാണെന്ന് ലുലു ഹോൾഡിംഗ്സ് സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ അദീബ് അഹമ്മദ് വ്യക്തമാക്കി. ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ച് സ്റ്റേറ്റ് ഉള്ളൂ ഒരു ഫുട്ബോളിംഗ് നേഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ട്. കൊൽക്കത്ത, ഗോവ, കേരളയിൽ തന്നെ ഒരു ലാർജ് ഫാൻ ബേസാണ്. ഇപ്പോൾ ഒരു ഫിഫ വേൾഡ് കപ്പ് നടക്കുമ്പോൾ ആകെ 2 ഫ്ലാഗേ കാണുള്ളൂ. മലപ്പുറം ഇന്ത്യയുടെ ഫ്ലാഗ് പോലും കാണാറില്ല. ഒന്നില്ലെങ്കിൽ ബ്രസീലിൻ്റെ ഫ്ലാഗ്, അല്ലെങ്കിൽ അർജന്റീനയുടെ ഫ്ലാഗ്. സോ ഇറ്റ്സ് എ വെരി സ്ട്രോങ് ഫാൻ ബേസ് ആൻഡ് ഐ തിങ്ക് സോ with 32 million people in Kerala, it's a very important aspect for Argentina also to create more fan base in India. വേൾഡ് കപ്പിന്റെ സമയത്തൊക്കെ വലിയ കട്ടൗട്ടിന്റെ വീഡിയോസ് കാണിക്കാനോ എന്തെങ്കിലും പറ്റുമോ? അല്ല, അവരുടെ മീഡിയ മാർക്കറ്റിംഗ് പീപ്പിൾ ഞാൻ പറഞ്ഞതിന് മുമ്പ് തന്നെ they told us how important Kerala is as a market for them, so they are well aware and അതുകൊണ്ടാണ് അവർ ഒരു മാച്ച് ഇന്ത്യയിൽ കളിക്കണം എന്നുള്ള കാര്യം അവർ അവകാശപ്പെടുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് കൂടുതലൊരു ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഇന്റർഫിയറൻസ് ആണ്. 2034 സൗദിയിൽ വേൾഡ് കപ്പ് വരുന്നു. അപ്പം മലയാളികൾക്ക് കുറെ കൂടി ഖത്തർ പോലെ ഒരു ഇത് കിട്ടുന്ന സ്ഥലമായിരിക്കും. അപ്പോൾ അതുവരെയൊക്കെ നീളുന്ന ലോങ് ടേം പാർട്ട്ണർഷിപ്പിലേക്ക് നമ്മൾ ആലോചിക്കുന്നുണ്ടോ? ഇല്ല, ഇത് നോർമലി പാർട്ട്ണർഷിപ്പ് ക്ലോസർ ടുവേർഡ് ദ ഫിഫ മാച്ചസ് ആണ്. അപ്പോൾ പിന്നെ 1 year ഗ്യാപ്പിലാണ് സാധാരണ ഈ പാർട്ട്ണർഷിപ്പ് ഓടിക്കുക. അതിൻ്റെ കോർ ബെനിഫിറ്റ് കിട്ടുന്നത് അവസാനത്തെ 6 മാസത്തിലാണ്. സോ ഈ 6 മാസത്തിലാണ് മെജോറിറ്റി ഓഫ് ആക്ടിവേഷൻസ് ഹാപ്പൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അടുത്ത വട്ടം ഈ മാച്ച് സൗദിയിൽ കളിക്കുമ്പോഴും ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് ആലോചിക്കുകയായിരിക്കും. ഒരു നാൾ ആരും അറിയുന്നു, UAE തന്നെ ഒരു മാച്ച് നടക്കും എന്നാണ് നമ്മുടെ എല്ലാവരെയും വിശ്വാസം. നിലവിൽ 10 രാജ്യങ്ങളിലായി ലുലു എക്സ്ചേഞ്ചിന് 347 ബ്രാഞ്ചുകളാണുള്ളത്. ധാരണ പ്രകാരമുള്ള പ്രൊമോഷനുകൾ ഈ വർഷം ആരംഭിക്കും. ലോകമെമ്പാടും അർജന്റീന ഫുട്ബോൾ ടീമിന്റെ വളർച്ചയിൽ ഈ പുതിയ പങ്കാളിത്തം നിർണായകമാണെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ക്ലോഡിയോ ടാപ്പിയോ പറഞ്ഞു. Un país tan grande como India sea hincha de la selección argentina, así que le agradezco la emoción que ha tenido. അദീബ് അഹമ്മദിന്റെ ഉടമസ്ഥതയിലുള്ള ലുലു എക്സ്ചേഞ്ച് ലുലു മണി അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രാദേശിക ഫിൻടെക് പങ്കാളിയാകുന്നത് കേരളവും മലയാളികളും ഏറെ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്.